നമുക്ക് കുർത്തി പാൻറ് ദുപ്പട്ട സെറ്റിൻ്റെ ഒരു കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു 8-9 ടൈപ്പ് മെറ്റീരിയൽ കോട്ടൺ വരുന്നുണ്ട്, അല്ലാതെ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ നല്ല ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ലൊരു ബ്യൂട്ടിഫുൾ, അതായത് നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഓർഗൻസയുടെ ആ ഒരു പടപടാന്ന് നിൽക്കുന്ന മെറ്റീരിയലൊന്നും അല്ല, നല്ല സോഫ്റ്റ് ഓർഗൻസയാണ്. അതിനകത്ത് ഇതേപോലെ യോക്കിലും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്, അതേപോലെ ഇതിൻ്റെ ബോഡിയിലും ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. 3150 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ സ്ലീവ് എൻഡിലും അതെ ഇതേപോലെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഇത് കണ്ടോ, സ്ലീവ് എൻഡിലും ഇങ്ങനെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് പാൻറ്റ് വന്നിട്ട് പാൻറ്റിൻ്റെ അതെ ലോവർ പോർഷനിലും ഈ ഒരു അതായത് ഈ ഓർഗൻസയുടെ തന്നെ ഒരു പാച്ച് ഇവിടെ കൊടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഇതേപോലെ ഈ ദുപ്പട്ടയും ആ സോഫ്റ്റ് ഓർഗൻസ തന്നെയാണ് കേട്ടോ. ഈ സോഫ്റ്റ് ഓർഗൻസ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷിഫോണിൻ്റെ ഒക്കെ ഷോൾ ഇടില്ലേ, അതേ ഒരു ഫീലാണ് കേട്ടോ. ഓർഗൻസ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പറന്ന് നിൽക്കുന്ന മെറ്റീരിയലാണെന്ന് വിചാരിക്കരുത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വൺ സൈഡ് ബോർഡർ എംബ്രോയ്ഡറി വർക്കും ബോഡിയിലും എംബ്രോയ്ഡറി വർക്ക്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അല്ലേ, ട്രിപ്പിൾ എക്സൽ ഇല്ലല്ലോ, ഡബിൾ എക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 3150 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് കോട്ടണിൽ വരുന്ന ഒരു സെറ്റ്. ഇത് 1980 കോട്ടണിൽ വരുന്ന സെറ്റ്. ഇത് വിത്തൗട്ട് ലൈനിങ് ആണ്, പക്ഷേ പ്യുവർ കോട്ടൺ ആണ്. നമുക്കിതിന് അത്യാവശ്യം തിക്നെസ് ഉണ്ട്, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. കോളർ നെക്കാണ്. അതിനകത്ത് ഇതേപോലെ ഒരു പിൻടെക് പാറ്റേണിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈനിൽ ഒരു പിൻടെക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഇവിടെ ഒരു മിറർ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനും ഒരു കാന്താ വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 1980. അതിൻ്റെ സ്ട്രെയിറ്റ് പാൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പിൻടെക് ഡിസൈൻ കൊടുത്തിരിക്കുന്ന അതേ ഡിസൈനിലാണ് നമുക്ക് ആ ഒരു പാൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കോളർ നെക്ക് വന്നിട്ട് ഇതേപോലെയാണ് കേട്ടോ. അതിനകത്തൊരു കട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇതേപോലെയാണ് കോളർ നെക്ക് വന്നിട്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട. ഇത് സ്റ്റിച്ചഡൊക്കെ നമുക്ക് നല്ല പ്യുവർ കോട്ടണിൽ 1980 എന്നൊക്കെ പറയുമ്പോൾ നല്ല മെറ്റീരിയലും നല്ലതാണ്, ഇടാനും നല്ല കംഫർട്ട്. അടുത്തതും വരുന്നത് നമുക്ക് പ്യുവർ കോട്ടണിൽ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1780. റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ ഒരു പോട്ട്ലി ബട്ടൺ കൊടുത്ത് നെക്കിൽ ചെറിയൊരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 1780. ഇങ്ങനെ 6 ആക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന സ്ട്രെയിറ്റ് പാൻറ്റ്. ഈ സ്ട്രെയിറ്റ് പാൻറ്റ് ആണെങ്കിലും ഇതിൻ്റെ വൺ സൈഡ് എലാസ്റ്റിക്കും അടുത്ത സൈഡിൽ ഇങ്ങനെ പടിയുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 6 ആക്ക് പാറ്റേൺ. നല്ല പ്യുവർ കോട്ടൺ ആണ്, നല്ല സുഖമാണ് കേട്ടോ ഇടാനായിട്ട്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ട മറിഞ്ഞു പോയി. ഇതാട്ടോ അതിൻ്റെ നല്ല വശം. നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട, ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. അടുത്തത് വരുന്നതും നമുക്ക് കോട്ടണിൽ തന്നെ വരുന്ന സെറ്റ്. ഇത് വരുമ്പോഴേ ഒരു നല്ലൊരു നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടെ ഒക്കെ ചേർന്നൊരു ഷെയ്ഡ്. അതിൻ്റെ ഇതേപോലെ കോളർ നെക്ക് വരും. കോളർ നെക്ക് വന്നിട്ട് ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, അതൊരു നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. എപ്പോഴും നമുക്ക് ഷോപ്പിലും ഒക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഡിസൈനായിരുന്നു ഇത്. ഈ ഒരു ഫ്രണ്ടിൽ പ്ലീറ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ. ഇത് സ്ലിറ്റ് ഉള്ളതല്ല കേട്ടോ, സ്ലിറ്റ് ഇല്ലാത്ത കുർത്തിയാണ്. ഇതും വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത്. പാൻറ്റ് ഇതേപോലെ ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇങ്ങനെ പടിയായിട്ടുള്ള പാൻറ്റ്. സ്ട്രെയിറ്റ് പാൻറ്റാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2350. ഇതിങ്ങനെ ഇങ്ങനെ പാനൽ കട്ടാട്ടോ ഇതിൻ്റെ കുർത്തി. ഇങ്ങനെ പാനൽ കട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ അല്പം ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തിയാണ്. അതിൻ്റെ തന്നെ കളർ ചേഞ്ച്. ഇത് വരുമ്പോൾ ഒരു സഫയർ ഗ്രീനിൽ വരുന്ന സെറ്റ്. പാൻറ്റ് ഇതേപോലെ തന്നെ പാൻറ്റ് വരുന്നത്. നല്ല പ്യുവർ കോട്ടൺ ആണ്.
ഇതാണ് ദുപ്പട്ട വരുന്നത്. അടുത്തത് വരുന്നത് നല്ലൊരു ഡസ്റ്റി പിങ്ക് ടോണിലേക്ക് വരുന്ന ഒരു സെറ്റ്. അതിൻ്റെ യോക്കിൽ കണ്ടോ ഇതേപോലെ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. യോക്ക് ഇതേ ഇങ്ങനെയാണ് ഉണ്ട്. ഇതും ഫ്ലെയർഡാണ്, സ്ലിറ്റ് ഉള്ളതല്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ പാനൽ പാനൽ കട്ടാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും റേറ്റ് വരുമ്പോൾ 2150 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ പാൻറ്റ് വരുമ്പോൾ ഇതേപോലെ ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻസ് പാറ്റേണിൽ വന്നിരിക്കുന്ന പാൻറ്റ്. ദുപ്പട്ട വരുമ്പോഴും നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ്. ഒത്തിരി ഡാർക്ക് കളേഴ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ല സറ്റിലായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ട്രാവലിനൊക്കെ നല്ല കംഫർട്ടാണ്. നമുക്ക് ഇങ്ങനത്തെ പാനൽ കട്ടിൽ വന്നിരിക്കുന്ന കുർത്തീസ്. അടുത്തത് വരുന്നത് റേറ്റ് വരുന്നത് 2180. ഇത് നമ്മുടെ മസ്ലിൻ ഫാബ്രിക്കാണ്. മസ്ലിനിൽ ഇതിനകത്ത് ലൈനിങ് ഇല്ല. ഇത് കണ്ടോ ഇങ്ങനെ നമ്മുടെ ഒരു ഫ്രോക്ക് മോഡലാണ്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വരും. ബാക്ക് സൈഡും ആ പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഇവിടെ പ്ലീറ്റഡ് ആയിട്ട് വരും. എന്നിട്ട് നമ്മുടെ പാൻറ്റ് ഒരു ഷറാറെ ടൈപ്പ് വരുന്ന പാൻറ്റ് ഇത് കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇതേപോലെ പ്ലീറ്റഡ് വന്നിട്ട് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന പാൻറ്റ്. മസ്ലിനാണ് പാൻറ്റും വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2180. മെറൂൺ ഷെയ്ഡ്. നല്ല മെറ്റീരിയലാട്ടോ ഇതൊക്കെ. അടുത്തത് വരുന്നത് നമുക്ക് പാനൽ കട്ട് വന്നിരിക്കുന്ന ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പാണ്. പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്നത്. നെക്കിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന സെറ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ലോവർ പോർഷൻ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2350. പാൻറ്റ് വരുമ്പോൾ ഇതാണ് പാൻറ്റ് വരുന്നത്. വൈറ്റിൽ ഇങ്ങനെ പിങ്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പാൻറ്റ്. ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. ഇതിൻ്റെ ചിലതിനകത്തൊക്കെ XXL ഉണ്ട് കേട്ടോ. അപ്പോൾ സൈസ് ചോദിച്ചാൽ മതി. ഞാൻ എല്ലാത്തിൻ്റെ സൈസ് പറഞ്ഞില്ല. ഇതും ഒരു മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സെറ്റ്. ഇതും വിത്തൗട്ട് ലൈനിങ് ആണ്. ഒരു ചെറുപയർ വെച്ചയുടെയൊക്കെ ഒരു ഗ്രീൻ. അതിൻ്റെ യോക്കിൽ ഇതേപോലെ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് ഫ്ലെയർഡ് ആണ്. അതായത് ഇതും സ്ലിറ്റുള്ള കുർത്തിയല്ല. പാൻറ്റ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പാൻറ്റ്. ഇതേപോലെ പടിയും എലാസ്റ്റിക്കും ആയിട്ട് വന്നിരിക്കുന്ന പാൻറ്റ്. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. നമുക്കിതെല്ലാം വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റുകളാണ് കേട്ടോ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കുർത്തി പാൻറ്റ് ദുപ്പട്ട സെറ്റ്സിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.